വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മയും കുഞ്ഞും ഹെൽത്തി ആയിട്ട് തന്നെയുള്ളത്. എന്ത് പറ്റി? ആരാ വിളിക്കുന്നേ? അത് ഓഫീസിൽ നിന്നാ. അന്ന് കോൾ എടുക്ക്, എന്തേലും അത്യാവശ്യത്തിനായിരിക്കും. അത് പ്രശ്നമില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചാടാ അവരെ. കൊറേ നേരമായാലും വിളിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ടാ. എന്തേലും കാര്യത്തിനായിരിക്കും. ഏട്ടൻ അറ്റൻഡ് ചെയ്തിട്ട് വാ. നീ എന്നാ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ വേഗം വരാം. ഹോസ്പിറ്റലിൽ പോയതാ, വിളിക്കില്ലെന്ന് പറഞ്ഞ ഇവന്മാർക്കൊന്നും മനസ്സിലാവത്തില്ല. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊക്കോ മാഹി, ഞങ്ങള് വന്നോളാം. അത് പ്രശ്നമില്ല ഏട്ടാ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അല്ല, ഏട്ടൻ ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്? ഏയ് അല്ല, എനിക്കൊരു കോൾ വന്നു, അത് അറ്റൻഡ് ചെയ്യാൻ വന്നതാ. ഗാർലിക് പ്ലീസ് പ്ലീസ് പ്ലീസ്. നല്ല കേട്ട് പരിചയമുള്ള സൗണ്ട്. ആ പോയ മുതലിനെ എനിക്കറിയാൻ തോന്നുന്നു. ഏട്ടനൊന്ന് വന്നേ. എടി വേടടി, വേദനിക്കുന്നുണ്ടടി. പേടി വള്ളി കാലിച്ചുറ്റി. എന്താ ഇവിടെ നടക്കുന്നേ? ആ നിൽക്കുന്നത് എന്റെ അനിയൻ തന്നെയാണോ? അയ്യോ ഏട്ടൻ, ഏട്ടൻ എന്താ ഇവിടെ? എവിടെയോ? ഇവിടെ നല്ല പിടയ്ക്കുന്ന മീൻ കിട്ടുമെന്ന് അറിഞ്ഞു, അതുകൊണ്ട് കുറച്ച് വാങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. ഇവിടെയോ? അതല്ല ഇപ്പോ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടുന്ന് കിട്ടിയിടാ ഇത്രയും മാച്ചായിട്ട് ഒരെണ്ണത്തിന്? മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ, കാര്യമാക്കണ്ട. ദൈവമേ, അല്ല ഏട്ടാ, ചേട്ടത്തി എവിടെ? അവളവിടെ ഉണ്ട്. ഞാനൊരു കോൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നതാ. എന്നിട്ടാണ് ചേട്ടൻ ഇവിടെ നിൽക്കുന്നേ. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗാർലിക്കേ, നീ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് റൗണ്ട്സ് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞ് നിന്നെ വിശദമായിട്ട് ഞാൻ എടുത്തോളാം. ഐ ആം വെയിറ്റിംഗ് ഡാർലിംഗ്. പോടാ പട്ടി. ആമി എവിടെ? എന്തോ കേട്ടില്ല. വല്ലതും പറഞ്ഞായിരുന്നോ? ഇവിടെ സമ്മതിക്കൂല. മാഹി, കൂൾ ഡൗൺ. ഇത് നിന്റെ ആവശ്യമാണ്, താന്ന് കൊടുത്തേ മതിയാവും. അത് നിന്റെ ചേച്ചി എവിടെ? ഇത്രയും നേരം എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഒരു ചായ കുടിക്കാൻ പോയേ ഉള്ളൂ. അയ്യോ, എന്നിട്ട് എന്റെ ഇനി പിടിച്ചു വെക്കാഞ്ഞ്? സൗകര്യമില്ല, ഞാൻ എന്ത് ചെയ്യും? എന്റെ പൊന്നു കുഞ്ഞെ, അവൾ എവിടെയാണെന്നൊന്ന് പറ. ഓഫീസിൽ വന്നിട്ട് കുറേയായി, കോൾ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. കണ്ടിട്ടെന്തിനാ? ഇനിയും വേദനിപ്പിക്കാനാണോ? എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അത് ഞാൻ സമ്മതിച്ചു. അൻവിക പ്ലീസ്, അവളെവിടെയാണെന്നൊന്ന് പറ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഇനി കാലും കൂടിയേ പിടിക്കാനുള്ളൂ, അതും കൂടെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പ്ലീസ് ഒന്ന് പറ. ഇയാള് കാര്യായിട്ടാണോ? ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഇനിയിപ്പം ശരിക്കും കാല് പിടിച്ചാലോ? ഏയ് അത് വേണ്ട. അവളെങ്ങാണ് പറഞ്ഞ അവൾ എന്റെ കാലി വാരി നിലത്തടിക്കും. അൻവിക പ്ലീസ് ഒന്ന് പറ. അവള് സൂര്യയുടെ കൂടെ പോവാ. എവിടേക്ക്?
ഇതെന്താ ഇത്ര പെട്ടെന്ന്? അതെല്ലാം നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാ. 10:30 അവളുടെ ഫ്ലൈറ്റ്. ഇവനിതെങ്ങോട്ടാ പറയാതെ പോന്ന്? താനെന്താ ഇവിടെ? ആമിയോടെ അവളെ വിളിക്ക്. കണ്ട ആ പൂപ്പകൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഭാര്യ വലിച്ച എക്സ്പ്രഷൻ ഇടണ്ട. ഞാൻ പറയത്തുമില്ല, വിളിക്കത്തുമില്ല. അല്ലേലും എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഡോഡോ, താനിതെങ്ങോട്ട് കയറി പോന്നേ? പോകുന്ന കണ്ടാത്തൊന്നും സ്വന്തം തറവാട്ട് വിടാന്ന്. ഇവനെ കൊണ്ട് എന്താ ഇവിടെ? അച്ഛത് ഇയാളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് ആമിയെ കാണണം. അവളെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. അവളതിന് പോയല്ലോ എയർപോർട്ടിലേക്ക്. മോനോട് പറഞ്ഞില്ലേ? പ്ലീസ് ആമി, എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. Everything is my fault. I'm sorry, Ami. എന്താണ് ഭവതി ഒരു മോക്കത? എല്ലാരും പോയപ്പം എന്തോ പോലെ. അന്നിയാണെങ്കില് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് നടക്കുക. കുഞ്ഞിനാണെങ്കിലോ സപ്ലൈ ചെയ്തെടുക്കേണ്ട തിരക്കും. പെട്ടെന്നല്ലേ ആമിയും പോയത്. ഇതിപ്പം ഞാൻ മാത്രം വീട്ടില് ഒറ്റയ്ക്കായ പോലെയുണ്ട്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്നാ അതൊന്നും നടക്കില്ല. അതെല്ലാം എനിക്കറിയാം. എന്നാലും ഞാൻ പെട്ടെന്നെന്തോ ഒറ്റയ്ക്കായ പോലെ. നിന്റെ ഈ ഒറ്റപ്പെടല് ഞാൻ മാറ്റി തന്നാ പോരെ? അങ്ങനെയൊക്കെ ചോദിച്ചാ നമുക്കും വേണ്ടേ കുടുംബവും കുട്ടികളും ഒക്കെ? അതിന് കുടുംബം ഉണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മുടെ കുടുംബം. ഞാൻ, നീ, നമ്മുടെ പിള്ളേര്. എക്സ്ക്യൂസ് മീ, നിങ്ങളിത് എങ്ങോട്ടേക്കാ പറഞ്ഞു പോകുന്നേ? നീയല്ലേ ഒറ്റപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്റെ ഒറ്റപ്പെടലങ്ങ് മാറ്റി തരാന്ന്. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. അല്ലേലും ഞാൻ നിന്റെ അടുത്തൊന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആണല്ലോ, അന്നമ്മ നല്ല കുട്ടിയായിട്ട് പോയി കിടക്കാൻ നോക്ക്. അങ്ങനെയൊന്നും ഞാൻ തോറ്റു പിന്മാറാൻ വിചാരിച്ചിട്ടില്ല. ഗാർലിക്ക് ഒരെണ്ണം പ്ലീസ്. പിന്നെ ഞാൻ ചോദിക്കത്തേയില്ല. കുറെ നേരമല്ലേ ഞാൻ പുറകെ നടക്കുന്നു. ഒന്നേ ഒന്ന്. എന്റെ കയ്യിൽ കിട്ടാണ്ട് പോവാൻ നോക്ക്. ആ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. പക്ഷേ കയ്യിന്ന് വേണ്ടതേ ഉള്ളൂ. ഇവിടുന്ന് മതി.
ഷേ ഇതായിരുന്നു പ്രശ്നം. നേരത്തെ പറയണ്ടേ? അന്നവാ നമുക്ക് പുറത്ത് പോവാം. ഓ, ഇതിന് ഞാൻ എന്തോ പറയണ്ടേ? ഒന്ന് പോയി, എനിക്ക് വേറെ പണിയുണ്ട്. ഗാർലിക്ക് രണ്ടും കൂടെ എന്ത് പരിപാടിയായിരുന്നു? ആ ഞങ്ങളെന്ത് വെറുതെ ചുമ്മാ സംസാരിച്ചിരിക്കായിരുന്നു. ആണോ? എന്നാലേ ഇനി ഇവനോട് സംസാരിച്ചേക്ക്. ഞാൻ ഇതിനെ കൊണ്ടുപോവാ. എങ്ങോട്ട്? അത് പറ്റത്തില്ല, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. തൽക്കാലം താങ്കളുടെ ആവശ്യം ഞാൻ നടത്തി തന്നാ പോരെ? അയ്യേ ഓടവിടുന്ന്, ഞാൻ അത്രക്കാരൻ നെഹിഹി. അങ്ങനെ പറയാതെ എന്താ ഡോക്ടർ ഇത്? നിനക്കും വരൂടെ എന്റെ അവസ്ഥ. അപ്പം നിനക്ക് മനസ്സിലാവും എന്റെ രോദനം. നീ ചിരിക്കണ്ട, നോക്കിക്കോ. ഒരു ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ മണ്ണൊഴിച്ച് കത്തിക്കും. விழுந்ததே தெரியாமலே தரையிலே நிழல் வேகுதே தனிமையை அறியாமலே நினைவுகள் விளையாடுதே நிஜமது புரியாமலே இதழ்களும் திறக்காமலே இதயங்கள் இணைந்திட உயிர் பிழைத்திடும் போதா. നിനക്കെന്നെ വേണമെന്ന് തോന്നിയപ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്തുനിന്ന് ഒരുപാട് അകന്നു നിന്നു. ഇപ്പോൾ എനിക്ക് നിന്നെ വേണമെന്ന് തോന്നുമ്പോൾ നീ അകന്നു പോവാണ്. உனை தீராமல் பிடித்தேன் உயிரின் உள்ளே மறைத்தேன். മാഹി, മോനെ നിനക്ക് എന്താ പറ്റിയത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയത്തില്ല. നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. മോനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കുമോ? അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നോട്ടെ. അവളെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു? അതെന്റെ ചോദ്യം അമ്മ. എനിക്കെന്റെ ജീവൻ അവള്. എന്നിട്ട് ഈ ജീവനെയാണോ നീ ഇത്രയും നാളെ കണ്ടില്ല എന്ന് നടിച്ചത്? എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് പറ്റിപ്പോയതാ. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അവളെ വേണ്ടാന്ന് വെച്ചത്. ഞാൻ കാരണം അവൾ അനുഭവിച്ച വേദനയുടെ പകുതി പോലും ഇല്ല ഇതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും അവളിപ്പോൾ കൂടെ ഇല്ലാന്ന് പറയുമ്പം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലമ്മ. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവളെന്നെ അക്സെപ്റ്റ് ചെയ്തത്. എന്നിലെ കുറ്റമോ കുറവോ ഒന്നും അവൾ നോക്കിയിട്ടില്ല. എൻ്റെ പ്രശ്നമെല്ലാം ഋഷി അവളോട് പറഞ്ഞിട്ടും അവൾ അതൊന്നും വകവെച്ചിട്ടില്ല. മറിച്ച് എന്നെ എങ്ങനെ പഴയ പോലെ ആക്കാനേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് ചുറ്റുമുള്ള കണ്ണുകളിൽ ഞാൻ കണ്ടത് സഹതാപത്തിൻ്റെ ഒരു രോഗിയോടുള്ള പരിഗണനയായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് എന്നെ ഞാനായിട്ട് കണ്ട കണ്ണുകൾ അത് അവളുടേതായിരുന്നു. എൻ്റെ പിന്നാലെ നടന്ന ഓരോ നിമിഷവും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴെല്ലാം അവൾ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. പകരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് നീ അതിനെ അത്രയും വേദനിപ്പിച്ചത്? എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നമ്മ. ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ വിട്ട് എന്നേക്കുമായിട്ട് പോയിട്ടേ ഉള്ളൂ. അതേപോലെ ഇവളും പോകുന്ന പേടിയായിരുന്നു. പക്ഷേ അത് തെറ്റാണ് അവൾ തന്നെ തെളിയിച്ചു തന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് നീ സാധിച്ചു തരുമോ? എനിക്കെന്റെ മോളെ കാണണം. അവളിവിടെ നിന്റെ കൂടെ ഉണ്ടാവണം. അതിന് അവളിവിടെ ഇല്ലല്ലോ അമ്മ. ഇല്ല, പക്ഷേ അവളുള്ളിടത്ത് നീ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരണം. നീ എന്തിനാ അവളെ നോക്കുന്നത്? അവളെ കാര്യമല്ല പറഞ്ഞത്. പോയി എന്റെ മരുമോളെ കൂട്ടിട്ട് വാ.
അപ്പോ അമ്മയ്ക്കമ്മയുടെ മൂന്നാമത്തെ മരുമോളെ കാണണ്ട? പിന്നെ എന്തായാലും വേണം. എന്നിട്ട് ആ കൊച്ചിനോട് ചോദിക്കണം, എങ്ങനെയാ മോളെ നീ ഈ മണ്ടന്റെ കയ്യിൽ പെട്ടുപോയത്? എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, വേണമെങ്കിൽ ഞാനും സഹായിക്കാം നിന്നെ. അമ്മ, ആമി, തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെയോ? ആര്? അറിയില്ല, നിനക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അകത്തേക്ക് കയറി വരാൻ പറഞ്ഞപ്പം വേണ്ട, അവിടെ നിന്നോളാന്നാ പറഞ്ഞേ. ആണോ? ഓക്കെ. എല്ലാരും ക്ലാസ് കഴിഞ്ഞില്ലേ? ഞാൻ ആ വഴിക്ക് വീട്ടിൽ പോകാം കേട്ടോ. ആടാ, ഞാൻ ഇറങ്ങുക. നീയായിരുന്നു? അതേലോ. പിന്നെ മോള് വേറെ ആരാന്നാ വിചാരിച്ച? പ്രത്യേകിച്ച് വേറെ ആരെയും ഞാൻ വിചാരിച്ചില്ല. സാധാരണ ഈ ടൈം നിനക്ക് വർക്ക് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ പ്രാക്ടീസ് എല്ലാം ഇന്ന് നേരത്തെ കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിന്റെ കൂടെ പുറത്ത് പോവാന്ന്. എന്തായാലും നിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുമല്ലേ, വാ നമുക്ക് പോവാം. എടാ, ഞാനില്ല, എനിക്ക് എന്തോ പോലെ. നീ പോയിട്ട് വാ. എനിക്ക് ഒറ്റയ്ക്ക് പോവാനായിരുന്നേ. ഞാൻ നിന്നെ വിളിക്കോ പെണ്ണേ? നീ വന്നേ. നീ ഇവിടെ എത്തുമ്പോഴെങ്കിലും നിന്റെ മുഖം ഒന്ന് മാറുമെന്ന് വിചാരിച്ചേ. എന്നിട്ടും അങ്ങനെ തന്നെ. സൂര്യ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്കെന്തോ ഒട്ടും ഓക്കെ അല്ലാത്ത പോലെ. അതെല്ലാം നമുക്ക് ഓക്കെ ആക്കാം. നീ അങ്ങോട്ട് നോക്കിക്കേ. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഈ ചൂടെല്ലാം മാറി നന്നായിട്ട് തണുക്കാൻ പറ്റും. എനിക്ക് വേണ്ടടാ, നമുക്ക് വീട്ടിൽ പോവാം. ചേടാ, എന്റെ പൊന്നിന് പെണ്ണെ, നീ ഒന്ന് അടങ്ങ. നീ ഇതാ അങ്ങോട്ടേക്കും കൂടി ഒന്ന് നോക്കിക്കേ. ഞെട്ടണ്ട, അവൻ തന്നെയാ. സൂര്യ, വാ, നമുക്ക് പോവാം. ആ ഓക്കെ, നമുക്ക് പോവാം. നമ്മളല്ല, ഞാൻ മാത്രം. നീ എന്തൊക്കെയാ പറയുന്നേ? അവൻ ഇത്രയും ദൂരം വന്നത് നിനക്ക് വേണ്ടിയാ. എന്നിട്ടൊന്ന് കാണുവോ സംസാരിക്കുകയോ ചെയ്യാണ്ട് പോവാനാ? എനിക്കൊന്നും സംസാരിക്കാനില്ല. നീ വാ, നമുക്ക് പോവാം. ഇപ്പൊ പറഞ്ഞത് നീ മനസ്സുകൊണ്ട് പറഞ്ഞതല്ലോ. നിന്റെ ഈ വാശിപ്പുറത്ത് നടക്കുന്ന തീരുമാനത്തിന് പിന്നീട് നീ റിഗ്രറ്റ് ചെയ്യും. പിന്നെ ആ നഷ്ടത്തെ ഓർത്തിട്ട് കാര്യമില്ല. ആ നഷ്ടങ്ങളുടെ വില അത് അനുഭവിച്ചു മാത്രമേ മനസ്സിലാവൂ. സൂര്യ, നീ എന്നെ കുറിച്ചല്ല ഇപ്പൊ ആലോചിക്കേണ്ടത്, നിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഞാൻ കണ്ട സ്വപ്നം മാത്രമാണ് അങ്ങേര് തന്നെ തെളിയിച്ചു തന്നതാ. ചിലപ്പോ അതങ്ങനെ അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയാ അവൻ വന്നതെങ്കിലോ? സൂര്യ പ്ലീസ്, നമുക്ക് പോവാം. ഇപ്പൊ അവൻ നിനക്ക് വേണ്ടിയാ വന്നേ. നീ ഒരു അവസരം കൊടുക്കവന്. അവൻ എന്താ പറയാനുള്ളതെന്ന് കേക്ക്. എന്നിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എന്നെ നോക്കി നിൽക്കാതെ നീ ഇത്രയും നാൾ ആഗ്രഹിച്ച നിന്റെ സ്വപ്നത്തിന്റെ അടുത്തേക്ക് ചെല്ല്. ആമി, ഞാൻ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആമി, നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമാണോ? ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? അതിനാ നിങ്ങൾ എന്റെ ആരാ? ആമി പ്ലീസ്, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആമി, ഐ എം റിയലി സോറി. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാ ശരി, ഞാൻ പോവാം. ആമി, ഞാൻ പറയുന്നതൊന്ന് നീ കേക്ക്. എനിക്ക് കേട്ടിടത്തോളം മതി. പ്ലീസ് ആമി, ഞാൻ പറയുന്നതൊന്ന് നീ കേക്ക്. എനിക്ക് ഒരവസരം കൂടി താ. ഇതൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? പോ, നിങ്ങളുടെ പൂജയുടെ അടുത്ത് വേണം.
അവളല്ലേ നിങ്ങൾക്ക് അവസരം തരാൻ കാത്തിരിക്കുന്നേ. അതിന് എനിക്ക് അവസരം തരാൻ അവൾ എൻ്റെ ആരാ? അപ്പൊ ഞാൻ അവസരം തരാൻ ഞാൻ നിങ്ങളുടെ ആരാ? നീ എന്റെയാണ്. ஒரு கீரலே விழுந்ததே தெரியாமலே தரையிலே വീടല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞതിനും ചെയ്തതിനും എല്ലാം സോറി. എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടാണ്. ആഗ്രഹിച്ചതും സ്നേഹിച്ചതും എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ആ കൂട്ടത്തിൽ നിന്നെ കൂടി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ കാരണം നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കാരണം നിന്റെ ഈ കണ്ണ് കലങ്ങില്ല. உள்ளே மறைத்தேன் வெளியில் கொஞ்சம் நடித்தேன் അയ്യോ, പറയാൻ മറന്നുപോയി. എന്താ? ആമി, ഐ ലവ് യു. വിൽ യു ബി മൈ? ഇത്രയൊക്കെ ആയില്ലേ, ഇപ്പോഴും ചീക്കി തന്നെ വേണോ? നമുക്കിതൊന്ന് മാറ്റി പിടിച്ചാലോ? വൈറസേ, എടി സത്യമായിട്ടും ഞാനാ പോയ റെഡ് ഡ്രസ്സിലെ മഞ്ഞപ്പുള്ളിയുള്ള പെണ്ണിനെ അല്ല നോക്കിയത്. നീ ഇനി ഒരു മാങ്ങാത്തൊരിയും പറയണ്ട. ലെറ്റ്സ് ബ്രേക്കപ്പ്. ഓ എടി, ഈ ആഴ്ചയിലെ എത്രാമത്തെ ബ്രേക്കപ്പ് ആയതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ എണ്ണില്ല. വേണമെങ്കിൽ നിനക്ക് കണ്ടത്തില്ലായിരുന്നോ? ബ്രേക്കപ്പോ? അതിന് ഇവരൊക്കെ സെറ്റായേ? അതെല്ലാം ഒരു വലിയ കഥയാ, ഇപ്പൊ പറയണ്ടായിരുന്നില്ല. ഞാൻ നിനക്ക് സമയം പോലെ പിന്നെ പറഞ്ഞുതരാം. അതല്ല, ഇവരെന്താ ഇവിടെ? എനിക്കറിയാൻ പാടില്ല. ഞാൻ ദേ ഇവനെ മാത്രമേ വിളിച്ചുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളെ വിളിക്കാതെ ഞങ്ങൾക്കൊരു ട്രിപ്പ് ആവും. ഓഹോ, അപ്പൊ നീ ആരെ വിളിച്ചു? അത് ഞാൻ. എന്റെ അമ്മച്ചി, ഇതെവിടുന്ന വേറെ സൗണ്ട്? അയ്യോ, ദോ അവിടുന്ന്. ഇതുങ്ങളെന്താ ഇവിടെ? ഇവരെയാ ഞാൻ വിളിച്ചേ. ഇനി വിളിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല, ഇത് കഴിഞ്ഞു. ശേ, അത് മോശമായിപ്പോയി. വീട്ടില് അച്ഛനെ, അമ്മേനെ, വെല്ലുമ്മനെ, വെളിച്ചനെ, ആ കുഞ്ഞിനെ, മുത്തശ്ശിനെ അടക്കം കൂട്ടായിരുന്നു. സാരില്ല, ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് കൂട്ടാം. അവിടെ നിന്ന് കഥ പറയാതെ ഇവനെ നോക്ക്. ആ ചത്തിയത്തിയത്ത് മിണ്ടാണ്ടിട്ടുള്ള പട്ടി. ഞാനോ? അല്ല, ഡോക്ടറൊന്നല്ലേ വിളിക്കാറ്? എന്നെ അവിടെ മാറ്റി വിളിപ്പിക്കാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അല്ല, ഇതിന് വേറെ സ്ഥലം കിട്ടാഞ്ഞിട്ടാണോ റോട്ടി വന്ന് നടക്കുന്നേ? റോഡിൽ വന്ന് കടന്നതല്ല, ബോധം പോയിരിക്കുന്നതാ. അത് പിന്നെ പണ്ടേ ഇല്ലല്ലോ, അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മിണ്ടാതിരിക്കെ, കാര്യം കേക്കട്ടെ, നീ പറ. അത് പിന്നെ ഞാൻ ചെറുതായിട്ട് എന്റെ ഇഷ്ടം അവനോടങ്ങ് തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോ പോയ ബോധവാ. നിങ്ങളും അതപ്പോ? എന്നെ നോക്കണ്ട, സത്യമായിട്ടും എനിക്കിതറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇവനെ ഒന്ന് നോക്ക്. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ആക്ച്വലി നീ എന്താ ഇവനെ ചെയ്തേ? ഡീറ്റെയിൽ ആയിട്ട് പറ. ആ, അങ്ങനെ ഫസ്റ്റ് കപ്പിളും ലാസ്റ്റ് സെറ്റായി. ഇനി എന്നാണാവോ എന്റെ മാവൊന്ന് പോക്കുക? അതെല്ലാം പൂത്തിട്ടുണ്ട്, നീ കാണാത്തതാ. അതേത് മാവ്? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനി മൈദ മാവല്ലോ? മൈദയല്ലമ്മ, വേണ്ട. അതന്നെ, വേണ്ട. കൺട്രോൾ കൺട്രോൾ. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, നീ പറഞ്ഞോ. അത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്നാ പിന്നെ പറയണ്ട, പ്രശ്നം തീർന്നു. എടാ, തമാശയല്ല, നീ ഇത് കേക്ക്. എടി, ആ പോയ പെങ്കൊച്ചു കൊള്ളാല്ലേ? ഇനി നീ പറഞ്ഞ മാവ് അത് വല്ലതും ആയിരിക്കുമോ? എടാ പട്ടി, അത് ഞാനാ. എന്ത്? എന്താന്ന് നീ കേട്ടില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമാണ് പൊട്ടാ. ഒന്ന് പോ വൈറസ്, തമാശ പറയാതെ. ഞാൻ ഇക്കാര്യത്തിൽ തമാശ പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ ഇഷ്ടാ. അത് ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നുമല്ല. ഞാൻ ഒരുപാട് തവണ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് അത് മനസ്സിലാവാതിരുന്നത്. അതാ ഞാൻ കല്യാണ കാര്യം പറഞ്ഞത്. അപ്പൊ നിനക്ക് എന്റെ കല്യാണത്തിന്റെ ബിരിയാണി കേട്ടണം അല്ലടാ? നിനക്ക് എന്നെ? എന്റെ അമ്മച്ചിയെ. End of flashback. അടിപൊളി. ഇത് ബോധമില്ലാത്തതിന്റെ ബോധം മുഴുവനായിട്ട് നീ കളഞ്ഞല്ലോ. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവക്കെന്നെ ഇഷ്ടാണ്.
അതെ, ഞങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ മാത്രം അറിഞ്ഞില്ല. ബോധം പോവാൻ വരട്ടെ. നിനക്ക് ഇവിടെ ഇഷ്ടാണോ? അത് പറഞ്ഞിട്ട് പോയാ മതി ബോധം. ആ എനിക്കറിഞ്ഞൂടാ. നിങ്ങളെ രണ്ടാളും എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണോ? ഇതിലൊരു മാറ്റമില്ലേ? ഇല്ലല്ല, അതിലൊരു മാറ്റമില്ല. എനിക്ക് എൻ്റെ കാറിലേക്കിന് ഇഷ്ടം. എനിക്കും. ഇനിയും ഞാൻ അവിടെ വേദനിപ്പിക്കില്ല. ഈ പറയുന്നതിലോ ഒരു മാറ്റമില്ലെന്ന് ഉറപ്പിച്ചോ? ഉറപ്പിച്ചതാ. ഇതിന് മാറില്ല. നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? എൻ്റെ അനിയന്മാർ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. എൻ്റെ അനിയത്തിമാരായതുകൊണ്ട് പറഞ്ഞതല്ല. ഒരാളൊരു കുഴി വീഴുമ്പം നമുക്കത് കണ്ടു നിൽക്കാനാവത്തില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ അവർക്ക് ആ കുഴി തന്നെ കളന്നാ മതിയെന്നാ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഈ അലവലാതിനെ എന്റെ അളിയനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് പോടേർക്ക അവിടുന്ന്. നീ പോടാ. അതിന് നിന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചില്ല. മിണ്ടാണ്ടിരിക്കട്ടെ സർക്കാരിന്ന്. ഇങ്ങോട്ടൊന്ന് നോക്കി ഒരു ഫോട്ടോ എടുക്കട്ടെ. നീ ഇവിടെ നടങ്ങിയിരിക്കും കൊച്ചേ. കുറെ നേരമല്ലേ നടക്കുന്നു. അത് ഞാൻ പിള്ളേരെ നോക്കുമായിരുന്നു. അവരെ കണ്ടോ അമ്മ? അവര് സ്റ്റേജിന്റെ പുറകിലുണ്ടല്ലോ, ഇളമോളുടെ അടുത്ത്. എന്നാലും എന്റെ ചെറിയമ്മേ, നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ? ഈ മുന്നേനെ മാത്രമേ കിട്ടിയുള്ളൂ. അല്ലേലും വരാനുള്ളതൊന്നും വഴി താങ്ങത്തില്ലെന്നാ എന്റെ അച്ഛൻ പറയാറ്. എനിക്കെല്ലാം ഉള്ളത് എവിടെയാണോ എന്തോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എന്തോ ചെയ്യാനാ പിള്ളേരെ, ഞാൻ തപ്പി നടന്നൊരു അച്ചായനെയാ, പക്ഷെ കിട്ടിയത് ഒരു നായര്. എന്തായാലും ചെറുമ പെട്ടു, ഇനി അനുഭവിച്ചു. അതിനാ എനിക്കെന്താ കുഴപ്പം? എല്ലാം കൂടിപ്പോയതിന്റെ കുഴപ്പമാ. രാത്രിയാവട്ടെ, എന്താ കൂടിപ്പോയതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അയ്യേ വൃത്തികെട്ടവൻ. അടിപൊളി. അവരെല്ലാം നമുക്ക് കൂടട്ടെ, നമുക്ക് പോകാം. ഇവരുടെ കഥ മുഴുവൻ ഞാൻ കണ്ടു. അതില് എന്നെ ഏറ്റവും കരയിച്ചത് രണ്ട് വാക്കാ. അതേത് വാക്ക്? ദി എൻഡ്. ഷോ, എന്തൊരു സാഡ് സീനായിരുന്നു. അതിന് ആര് പറഞ്ഞു തീർന്നെന്ന? പിന്നെ ഞങ്ങൾ എന്തിനാ വന്നേ? ഞങ്ങളെ നിങ്ങൾക്ക് കാണണ്ടേ? ദൈവമേ, അപ്പോ ഇനിയും ഞാൻ തല്ലുകൊള്ളണമെന്നാണോ?